മണിയാർ ജലവൈദ്യുത പദ്ധതിയുടെ കരാർ നീട്ടുന്നതിൽ സർക്കാർ തലത്തിൽ ഭിന്നതയാണ്. സ്വകാര്യ കമ്പനിക്ക് കരാർ നീട്ടി നൽകണമെന്ന് വ്യവസായ വകുപ്പ് ആവശ്യപ്പെട്ടപ്പോൾ പദ്ധതി സർക്കാർ ഏറ്റെടുക്കണമെന്നാണ് വൈദ്യുതി ബോർഡിന്റെ നിലപാട്. വിഷയത്തിൽ മുഖ്യമന്ത്രി അന്തിമ തീരുമാനമെടുക്കുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പ്രതികരിച്ചു. വൈദ്യുതി വകുപ്പിൻ്റെ നിലപാട് പറഞ്ഞല്ലോ, കാലാവധി കഴിഞ്ഞാൽ തിരിച്ചെടുക്കണം എന്നുള്ളത് തന്നെയാണ്. ഒരു വ്യവസായിക്ക് പ്രോത്സാഹനത്തിന് വേണ്ടിയിട്ടാണ് അത് ചെയ്തത്. അപ്പോൾ വ്യവസായം വരുന്നതിന് ഒരു ദോഷം വരുമോ എന്നുള്ളതാണ് ഇൻഡസ്ട്രീസിൻ്റെ അഭിപ്രായം. ഇത് രണ്ടും കൂടി ചർച്ച ചെയ്തിട്ട് ഒരു തീരുമാനം ഉണ്ടാവും. ശ്രീത്ത് ചേരുന്നു. ശ്രീത്ത്, ഇതല്ലെങ്കിൽ തന്നെ KCBയിലേക്ക് വന്നു ചേരേണ്ട ഒരു പദ്ധതി ആ കരാർ നീട്ടി നൽകണമെന്ന് ആവശ്യപ്പെടുന്നതിന് സാങ്കത്യം എന്താണ്? എന്തുകൊണ്ടാണെന്ന് ഇപ്പോഴും മറുപടിയില്ല. ശ്രീത്ത്, ഹാഷ്മി, മണിയാർ ചെറുകിട ജലവൈദ്യുത പദ്ധതിയുടെ കരാർ തീർന്നിട്ടും വീണ്ടും അതേ സ്വകാര്യ കമ്പനിക്ക് തന്നെ കൊടുക്കുന്നതിനുള്ള തീരുമാനമാണ് ഇപ്പോൾ സർക്കാർ തലത്തിൽ വിവാദമായിരിക്കുന്നത്. കളമശ്ശേരിയിൽ കാർബറണ്ടം എന്ന കമ്പനി പ്രവർത്തിപ്പിക്കുന്ന തമിഴ്നാട് ആസ്ഥാനമായ കാർബറണ്ടം കമ്പനി തന്നെയാണ് ഈ മണിയാർ ജലവൈദ്യുത പദ്ധതിയുടെയും നടത്തിപ്പുകാർ. ഈ പദ്ധതിയിൽ കാർബറണ്ടത്തെ തുടരാൻ അനുവദിച്ചില്ലെങ്കിൽ കളമശ്ശേരിയിലെ സ്ഥാപനം പൂട്ടും എന്നതാണ് ഈ സ്വകാര്യ കമ്പനിയുടെ ഭീഷണി. ആ ഭീഷണിക്ക് വഴങ്ങിയാണ് വ്യവസായ വകുപ്പ് ഈ പദ്ധതിക്ക് അനുകൂലമായൊരു തീരുമാനത്തിലേക്ക് ആവശ്യം ഉന്നയിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഈ കാര്യത്തിൽ KCBക്കും വൈദ്യുതി വകുപ്പിനും ശക്തമായ എതിർപ്പുണ്ട്. കാരണം നേരത്തെ തന്നെ ഈ വൈദ്യുതി വിൽപ്പനയുമായി ബന്ധപ്പെട്ട കരാറുകൾ ലംഘിച്ചു പ്രവർത്തിച്ചു എന്ന കാര്യം KCBയുടെ ചെയർമാൻ രാജൻ ഖോബ്രഗഡെ തന്നെ ചൂണ്ടിക്കാണിച്ചതാണ് ഈ കമ്പനിക്കെതിരെ. അതായത് വൈദ്യുതി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് നേരത്തെ സർക്കാരുമായി ഉണ്ടാക്കിയ കരാറുകളുടെ നഗ്നമായ ലംഘനം നടത്തിയ കമ്പനിക്കെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ട് KCB ചെയർമാൻ രാജൻ ഖോബ്രഗഡെ സംസ്ഥാന സർക്കാരിന് കത്തും മറ്റും നൽകിയിരുന്നു. എന്നിട്ട് പോലും ഈ കരാർ ഈ സ്വകാര്യ കമ്പനിക്ക് തന്നെ നീട്ടിക്കൊടുത്തതാണ് ഇപ്പോൾ വൈദ്യുതി ബോർഡിനെയും ഒപ്പം തന്നെ വൈദ്യുതി വകുപ്പിനെയും വിഷമത്തിലാക്കിയിരിക്കുന്നത്. അക്കാര്യത്തിൽ കൂടുതൽ പരസ്യ പ്രസ്താവന നടത്താൻ പോലും കഴിയാത്ത സ്ഥിതിയാണുള്ളത്. കാരണം അത് സർക്കാരിലെ ഒരു വലിയ തർക്കവിഷയമായി മാറും എന്നതാണ് കാരണം. എന്നാൽ ഇപ്പോൾ കെ കൃഷ്ണൻകുട്ടിയുടെ പ്രസ്താവന വളരെ ഗൗരവതരമാണ്. വ്യവസായ വികസനത്തിൻ്റെ പേരിലാണ് ഇത്തരമൊരു കരാർ നീട്ടിക്കൊടുത്തതെന്ന കാര്യം അദ്ദേഹം പറയുമ്പോൾ അത് കേവലം വ്യവസായ വികസനത്തിന് മാത്രം പ്രശ്നമല്ല. ഇവിടുത്തെ കളമശ്ശേരിയിലെ ഈ കരാർ നീട്ടിത്തന്നില്ലെങ്കിൽ കളമശ്ശേരിയിലെ കമ്പനി വ്യവസായ സ്ഥാപനം പൂട്ടുമെന്നാണ് സ്വകാര്യ കമ്പനിയുടെ ഭീഷണി. ആ ഭീഷണിക്ക് വഴങ്ങിയാണ് സർക്കാർ വീണ്ടും കരാർ അവർക്ക് നൽകാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. അതാണ് ഇപ്പോൾ സർക്കാരിൽ തർക്കവിഷയമായി വളർന്നിരിക്കുന്നത്. ഓക്കെ, ശ്രീത്താണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ KCB പറയുന്നവർക്ക് 45,000 കൂടെ എന്താണ് നഷ്ടമാണ് അല്ലെങ്കിൽ കടമാണ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ കടത്തിൽ പ്രവർത്തിക്കുന്ന KCBക്കും അതിൻ്റെ ബാധ്യത ഏറ്റുവാങ്ങേണ്ടിരുന്ന ജനത്തിനും വലിയ സഹായകരമാകും ആ പദ്ധതി KCB ഏറ്റെടുത്താൽ എന്നൊക്കെ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി കത്തയക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പോഴും എന്തുകൊണ്ടാണ് എന്താണ് സ്വാഭാവികമായി KCBയിലേക്ക് വരേണ്ട ഒരു പദ്ധതി വീണ്ടും കരാർ നീട്ടിക്കൊടുക്കാനുള്ള തീരുമാനം എന്തുകൊണ്ടാണ് എന്നത് ഇപ്പോഴും ദുരൂഹമായി തുടരുകയാണ്.